ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് വിഷമം വല്ലതും ഉണ്ടാവലുണ്ടോ? പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് പറയുന്ന ഡിവേഴ്സ് കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അതൊന്നും. ഹായ് ഗൈസ്, ഈ ഒരു വീഡിയോയുടെ ടൈറ്റിലും തമ്മിലും കണ്ടിട്ട് ചില ആൾക്കാരെങ്കിലും എന്നെ തെറി വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാർ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കാരണം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിലും തമ്മിലും കൊടുത്തത് എന്നുള്ളത്. അപ്പം ഈ ഒരു വിഷയം അത്ര എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി. പക്ഷേ ഇത് കുറച്ച് ഫൺ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് സുഹൃത്തുക്കളെ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ പച്ചവീട്ടിൽ പ്രൊട്ടക്ഷൻ്റെ കണ്ടന്റ് ഒക്കെ എടുത്തപ്പോഴത്തേക്കും ചില ആൾക്കാരൊക്കെ കമന്റ് ബോക്സിൽ പറഞ്ഞത്, അതായത് ഇന്നിനിപ്പോൾ കുടുംബശ്രീക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുടുംബശ്രീ ലൈസൻസ് എടുത്തിട്ട് വന്നിട്ടാണ് ഈ ഒരു കണ്ടന്റ് ഞാൻ ചെയ്യുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ നമ്മൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടി ഫാമിലി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങൊക്കെ ആയിട്ട് കുറച്ച് ചർച്ചകളുണ്ടായിരുന്നു. അതായത് ടി ഫാമിലി ഡിവോഴ്സ്ഡ് ആയോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണെങ്കിൽ അവരുടെ ഒരു മറുപടി, ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് അവർ ടി ഫാമിലി തന്നെ ഇന്നൊരു വീഡിയോ ഇട്ടുണ്ട്. ആ ഒരു വീഡിയോ ഇനി നിങ്ങൾ കാണണം സുഹൃത്തുക്കളെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഡിവേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല ജമേ, നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ ഡിവേഴ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയക്കാർ ഇങ്ങനെ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫണ്ണാണെന്ന് പല വീഡിയോയിൽ നമ്മളെ വീഡിയോ ആദ്യം മുതൽ കണ്ട് ഇത് ഇപ്പോഴും നമ്മളെ കൂടെയുള്ള നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അറിയാം. നമ്മൾ ചെയ്യുന്നതും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പല കാര്യങ്ങളും തമാശകൾ മാത്രമാണ്, കാര്യങ്ങളൊന്നും അതിലില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അത് പല കാര്യങ്ങളും വെറുതെ ആവശ്യമില്ലാണ്ട് എടുത്ത് പൊക്കിട്ടിട്ട് പിന്നെ അതിന്റെ ബാക്കിൽ ഡിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തമ്മനയിൽ കൊടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വില ആരാ അല്ലേ? അതൊക്കെ മോശം പരിപാടിയല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരാളെ വീഡിയോ വെച്ചിങ്ങനെ വേറെ ആൾക്കാർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ, അതായത് വേറൊരുത്തന്റെ ഇറച്ചി വന്ന് തിന്നുക, അത് പബ്ലിക്കായിട്ട് അതിന് കുറെ ആൾക്കാർ കമന്റിലും ഇത് തിന്നണതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ. അത് ശരിയാണ് കേട്ടോ. കാര്യം ഒരാളുടെ പച്ചിറച്ചി തിന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം അതിനെപ്പറ്റി ഒരു കവിത വരെ എഴുതിയിട്ടുണ്ട്, പച്ചിറച്ചിയിൽ മണ്ണ് പറ്റിയാൽ തുന്നി കൂട്ടാൻ പറ്റൂല എന്ന്. അപ്പം അത് ഇവരെയൊക്കെ അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടാണ് അങ്ങനെ ഒരു കവിത വരെ രചിച്ചിട്ടുള്ളത്. എന്നാലും ഇങ്ങനെ പച്ചിറച്ചി, ഒരു മനുഷ്യന്റെ പച്ചിറച്ചി തിന്നുക, തമ്മനയിൽ ഇങ്ങനെ ഫേക്ക് കാര്യങ്ങളൊക്കെ ഇടുക. അപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കായിരിക്കും, നീ നിന്റെ തമ്മനയിൽ എന്തോടായിട്ടേത്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, കുടുംബശ്രീന്ന് ലൈസൻസ് എടുത്തിട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. അപ്പൊ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ അത്ര നല്ല കാര്യമായിട്ട് അത്രന്നില്ല, തീരെ മോശം കാര്യമായിട്ടാണ്. മോശം എന്നല്ല, വളരെ മോശം കാര്യമാണ്. എത്ര മ്ലേച്ഛകരം, എത്ര ലജ്ജാവഹം കാണുന്നത്. സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് അത്രേ ഉള്ളൂ. അതങ്ങനെ അതാണ് അതിന്റെ ശരി. അതെ, അതാണ് അതിന്റെ ശരി. അതാണ് വളരെ കൃത്യമായിട്ടുള്ള കാര്യം. കാര്യം ഈ ആൾക്കാരെല്ലാം ഇവരുടെ വീട്ടിൽ പോയിട്ട് ഒളിഞ്ഞ് നടന്ന് കിടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യയിലെ ടോപ്പ് യൂട്യൂബേഴ്സിന്റെ ലിസ്റ്റിലെ കരിമിനാറ്റിയെ പോലുള്ള ആൾക്കാരൊന്നും വരൂലായിരുന്നല്ലോ, തകേഷിനെ പോലെയുള്ള ആൾക്കാരൊന്നും വരില്ലായിരുന്നു. ഇന്ത്യയിലെ ടോപ്പ് യൂട്യൂബേഴ്സ് ആണ് ഇവരൊക്കെ. സ്വന്തമായിട്ട് ഈ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തെറ്റാണ് കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞത് ഇപ്പൊ വീഡിയോന്റെ മുന്നിൽ വെച്ച് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഷെമിനോട് 1-2 ചോദ്യങ്ങളാണ്. ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് വിഷമം വല്ലതും ഉണ്ടാവില്ലല്ലോ? അതല്ലേ നമ്മൾ ചെയ്യല്. അതെ, അപ്പൊ അതൊക്കെ ഞങ്ങളൊരു പണ്ണം ഞങ്ങളതായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം അതിൽ കയറി അഭിപ്രായം പറയേണ്ട ആ കാര്യങ്ങൾക്കില്ല. ഇവിടെ നല്ലോ നോക്കുന്നുണ്ട്, അതാണ് എന്റെ വിശ്വാസം. ആണോ ഷെമി? എന്താ പറയ്, ആണോ അല്ലേ? എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തലുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. പിന്നെ അല്ല, ഇത് കാണാതെ പഠിപ്പിച്ച് പറയിപ്പിക്കുന്നൊന്നും അല്ലല്ലോ അല്ലേ? വെറുതെ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കുറച്ച് തമാശ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോക്ക് അത്ര കണ്ടിന്യൂസ്ലി ഇങ്ങനെ പറയാറുള്ളതാണ്. ഈ പറയുന്ന പോലെ നിന്റെ പ്രായം കൂടുതലല്ലേ, നിനക്ക് ഇതല്ലേ, നിനക്ക് ഷുഗർ, ഒരു അസുഖം വരും, അങ്ങനത്തെ കുറേ തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കേട്ടിട്ട് ആൾക്കാർ കമന്റ് ബോക്സിലാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസിലൂടെ ചർച്ചകൾ വന്നതാണെങ്കിൽ കൂടിയാണെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിന്റെ ഡിഫറൻസ് വെച്ചിട്ട് അങ്ങനെ കുറച്ച് ചർച്ചകൾ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ആ ഒരു ലേഡി തന്നെ പറയുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇത് ക്യാമറയുടെ മുന്നിൽ പറയുന്ന കാര്യങ്ങളാണ്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ റിയൽ ലൈഫിലും അതൊക്കെ വളരെ നല്ല കാര്യം തന്നെ. പിന്നെ ഇതിനകത്ത് ആൾക്കാർ അഭിപ്രായം പറയുന്നുള്ളൂ. നിങ്ങൾ പബ്ലിക്കായിട്ട് ഒരു സാധനം കൊണ്ടെത്തിക്കുമ്പോൾ ആൾക്കാർ പബ്ലിക്കായിട്ട് തന്നെ അഭിപ്രായം പറയാം, അതിനകത്ത് നിങ്ങൾ വേറെ ഒന്ന് കടുംപിടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ ഇനി ബാക്കി പറയുന്നതും കൂടെ കേൾക്കാം. അവർക്ക് ഇങ്ങനെ പറഞ്ഞങ്ങ് പോയാൽ മതി. ഒരു വീഡിയോ ഇട്ടിങ് അതിന്റെ അത്യാവശ്യം റീച്ചും കിട്ടും, അതിൽ നിന്ന് കുറച്ച് പൈസയും കിട്ടും, അതും കണ്ട് ഞാൻ അങ്ങ് പോയാൽ മതി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അനുഭവിക്കേണ്ടതും ഇതിന് ഉത്തരം പറയേണ്ടതും ഞങ്ങളാ. തുടങ്ങി വെച്ചങ്ങ് പോയാൽ മതി. ഇന്നലെ രാത്രിയൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓരോ വീഡിയോസ് ഇട്ട്. ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസുകളൊന്നും കാണാൻ നിൽക്കല്ല. ഒന്നാമത് റിയാക്ഷൻ വീഡിയോസ് പോലും ആരെ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ കാണുന്നില്ല. അപ്പൊ നമ്മളുടെ ഇങ്ങനെ ആൾക്കാർ ഇട്ട് ഇനി കാണണം നിർബന്ധിച്ച് ഞാൻ കാണിപ്പിക്കുക. ഇത് കണ്ടിട്ട് ഇനി അഭിപ്രായം വിളിക്ക്, എന്നിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് കാണണമെന്ന് പറയുന്നവരെ സമ്മതിക്കണം കേട്ടോ. നല്ല ഉദ്ദേശത്തോടുകൂടി പറയുന്നവരായിരിക്കാം, എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ കാണാൻ താല്പര്യമില്ല പക്ഷെ നീ അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇതിനകത്ത് നിന്നെയൊക്കെ നല്ല വലിച്ചു കീറുന്നുണ്ട്, നീ ഇതൊന്ന് നീ വീഡിയോ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കാണിക്കാനൊക്കെ അയച്ചു കൊടുക്കുന്ന ആൾക്കാരില്ലേ?
അവരെന്തായാലും നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ ഫൈൻ, പോയിക്കോളാം. നമ്മുടെ കുടുംബത്തിലും ഇതിനൊക്കെ ത്രാണിയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ. അപ്പൊ ഇവര് വെറുതെ അതിലേക്ക് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിക്കരുത് എന്നുള്ളൊരു കാര്യം നമുക്കുണ്ട്. അപ്പൊ അതിനെ കൊണ്ട് പറയുകയാണ് ഇപ്പൊ ഓ ഭീഷണിയുടെ സ്വരമാണോ ആ കേട്ടത്? ചെയ്തിട്ട് അങ്ങനത്തെ ഞങ്ങളെ കുടുംബക്കാരും ഞങ്ങളെ കാര്യം ഞങ്ങൾക്കറിയാൻ നോക്കാൻ ഇവിടെ നല്ലോ നോക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടോ ക്ഷമി പറയൂല? ക്ഷമി ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ തന്നെ ഫാമിലി പോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഡിവേഴ്സിലേക്കൊന്നും എത്തിയില്ല. ഇനിയിപ്പോ എത്ര നല്ലോണം ജീവിക്കുന്നവരും ഡിവേഴ്സ് ആവും. ഇനിയിപ്പോ ഞങ്ങൾ തന്നെ എന്താ നമുക്കറിയാം. ചില ആൾക്കാർ ആണ് നാളെ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മളുള്ള ഈ ഒരു ടൈം എന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ട് പോകുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളത് തന്നെ നമ്മളും പറയുന്നു. ഇനി ഇത് കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ പുള്ളി ഇവിടെ പറയുന്നുണ്ട്. ഒരു രസമാക്കിയിട്ടും ഫണ്ണായിട്ടൊക്കെ അതൊക്കെ അല്ലേ ജീവിതം. അങ്ങനെ ഫണ്ണായിട്ട് നിങ്ങൾ ചെയ്തോളൂ, അതിന് നിങ്ങൾ പൈസ ഉണ്ടായി ഒരു തമ്മിൽ വെച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ റീച്ച് കയറ്റി അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാൻ എങ്ങനെ അങ്ങനെ മനസ്സ് വരുന്നത്? അപ്പോൾ അതൊക്കെ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ശരിയല്ലയോ? ഇങ്ങനെ ഫണ്ണായിട്ടൊക്കെ ഇടുന്നതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ നെഗറ്റീവ് തമ്മിൽ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നൊക്കെ പറഞ്ഞ് എത്ര മോശമായിട്ടുള്ള കാര്യമാണല്ലേ, എത്ര ലജ്ജാവഹം, എത്ര മ്ലേച്ഛം അല്ലേ? ഇനി ഈ വീഡിയോയുടെ ഇവർ ഇട്ടേക്കുന്ന തമ്മിൽ നിങ്ങൾ കണ്ടായിരുന്നു, ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡിവോഴ്സ് ആയോ? സത്യാവസ്ഥ ഇതാണ്. സ്വാഭാവികം, അത് തീർച്ചയായിട്ടും അതിൻ്റെ ചോദ്യങ്ങളൊക്കെ ആൾക്കാരിൽ വരുന്നതുകൊണ്ട് അവർക്കൊന്ന് മനസ്സിലാൻ വേണ്ടി അങ്ങനെ ഒരു ടൈറ്റിൽ ഇടുന്നത് പ്രശ്നമൊന്നുമില്ല. ഡിവോഴ്സിനെ കുറിച്ച് തമ്മിലൊന്നും കൊടുത്തിട്ടുണ്ട്. അല്ല ഈ സൈഡിൽ എന്ത് കൊടുത്തേക്കുന്നേ? ഡിവോഴ്സ് എഗ്രിമെൻറ്റ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ അങ്ങനെ ഒരു എഗ്രിമെൻറ്റും പോയി ഉണ്ടാക്കിയോ? ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത്? ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ശരിക്കും ഒരു ഡിവോഴ്സ് ആയോ എന്നുള്ള സാധനം ആൾക്കാർക്ക് ഹിറ്റ് ചെയ്യുന്നുള്ള ഒരു തമ്മിലല്ലേ നിങ്ങൾ ഇട്ടേക്കുന്നത്? പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ റീച്ച് കയറ്റി അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാൻ എങ്ങനെ അങ്ങനെ മനസ്സ് വരുന്നത്? അപ്പൊ താൻ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങളെ വെച്ചിട്ട് ആരൊക്കെയോ പച്ചിറച്ചി നിങ്ങളുടെ തിന്നുകയാണെന്നുള്ളത് പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ ഇറച്ചി നിങ്ങൾ തന്നെയാണോ ഈ തിന്നുന്നത്? ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരെ കുറിച്ച് തന്നെ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടോണം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് പറയുന്ന ഡിവോഴ്സ് കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അതൊന്നും നിങ്ങൾ അതെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്ന് നമ്മൾ ലാസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞു. പിന്നെ നമ്മൾ അതിങ്ങനെ പറയില്ല. ഈ പറയുന്ന കാര്യം ചെറിയ കട്ടെടുത്തിടുക, പുറത്തൊക്കെ ഇടുക, അടിച്ചാമ്പുക, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ കൂടി തെറ്റിദ്ധരിപ്പിക്കുക, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സത്യം, ചില ആൾക്കാരെയും കൂടെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുക. ഇത് നിങ്ങളെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്? കാര്യം ഡിവോഴ്സ് എഗ്രിമെന്റ്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് ഇവരെ പറ്റിയിട്ട്. അതായത് പട്ടിനെ പൂച്ചാക്കി അങ്ങനെന്താ പറയല്ലേ, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയ സത്യത്തിൽ ഒരുവിധം 100-ൽ ഒരു 10% നടക്കുന്നുണ്ടാവും. ബാക്കി 90% ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ടീം പ്രതികരിക്കുന്നതും എല്ലാ കാര്യങ്ങളും അവർ ഉണ്ടാക്കി പറയുന്നതും അതല്ലെങ്കിൽ ഓരോ ഊഹാഭൂഹങ്ങൾ മാത്രമാണ്. അതല്ലാണ്ട് അതൊന്നും സത്യമല്ല. പ്രിൻസ് എന്ന് പറഞ്ഞ പാടല്ലേ ക്ഷമയെ, അതിലുണ്ട് കുറെ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ അതിലുള്ള പോണ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആ പെണ്ണിങ്ങനെ കളിക്കുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അവള് ഭയങ്കര നാളത്തെ കണ്ടന്റിന് വേണ്ടിയിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിയൂല. അങ്ങനെ ഞങ്ങൾക്ക് ഏതായാലും ഇല്ല. പക്ഷെ അതിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ വിഷയമാക്കി മാറ്റണത്. അത് സോഷ്യൽ മീഡിയയിലുള്ള അത് ഇതിലുള്ള ഒരു എന്താ പറയാ പുട്ട് തേങ്ങട്ടാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സംഭവം ഇതിലുള്ള കാര്യമാണ്. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നുമില്ല ഇവിടെ ഞങ്ങൾ ഡിവേഴ്സ് ആയില്ല, ഒന്നുമില്ല. ഞങ്ങൾ നല്ല ഞങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്. അല്ല നിങ്ങൾ എത്ര ആൾക്കാർ കാണുന്നുണ്ട് ഞങ്ങളെ ബ്ലോഗും അതുപോലെ റീലൊക്കെ? നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ അതങ്ങനെ അല്ല എന്നുള്ളതിലേ? അതെ ശരിയാണ്. ഇവർ കാണുന്ന ആൾക്കാരൊന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. നിങ്ങൾ കാണുന്നതിൽ ആരും ഒരാൾ നിങ്ങളെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സ് ഇട്ടേക്കുന്നതാണ്. ഷെമീത്തയ്ക്ക് എന്തെങ്കിലും വിഷമം മനസ്സിലുണ്ടോ, എനിക്ക് തോന്നിയതാണോ അറിയില്ല എന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ തന്നെ ആൾക്കാർ പറയുന്നത്. കാര്യം നിങ്ങളുടെ എല്ലാ വീഡിയോസ് ഒന്ന് കാണുന്ന ആൾക്കാർ അവർക്കൊക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് വെറുതെ ഊതിപ്പെരിപ്പിച്ചിട്ട് പറയുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പം ബാക്കിയുള്ള അറിയുന്നതല്ലേ, എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഇതുവരെ എൻ്റെ ഒരു ഒറ്റ വീഡിയോക്കകത്ത് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഊതിപ്പെരിപ്പിക്കുന്ന രീതിയിലോ ഉള്ള കാര്യങ്ങൾ എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ക്ലിക്ക് ബൈറ്റിംഗ് ആയിട്ടുള്ള തമ്മിൽ നമ്മൾ വെക്കാറുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് യൂട്യൂബ് ചെറിയൊരു നമ്മുടെ പാണ്ടിയെണ്ണം പണി തന്നിട്ടാണെങ്കിൽ യൂട്യൂബ് ലാസ്റ്റ് എടാ പൊന്നു മോനെ എനിക്കിനി ഞങ്ങൾ പഴയ കൂട്ട് ആൾക്കാരോട്ട് സജസ്റ്റ് ചെയ്ത് വിടത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ശരി വേണ്ടളിയാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെയാണ് കുറച്ച് ക്ലിക്ക് ബൈറ്റിംഗ് തമ്മിലൊക്കെ വെച്ച് അങ്ങനെ കുറേ പരിപാടി കാണിക്കാറുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോക്കകത്ത് ഒരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്തില്ല. മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ഈ 11-9 ഭീകരാക്രമണങ്ങൾ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് കമന്റ് ബോക്സിൽ ചില ആൾക്കാർ എനിക്കത് തിരുത്തി തന്നു. അത് ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ ഊതിപ്പെരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. പിന്നെ ഇവിടെ ചിലരൊക്കെ ആണെങ്കിൽ പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള കുറേ പരിപാടിയൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല നിങ്ങളെ പറ്റിയിട്ടാണെന്ന് സംശയം ഒന്നും തോന്നരുത്, നിങ്ങളെ പറ്റിയിട്ട് തന്നെയാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ നമ്മളുടെ നമ്മളെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലാതെ നമുക്ക് ഒരു വരുമാനം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അല്ലാത്ത രീതിയിൽ നമ്മൾ ചിന്തിക്കണമല്ലോ അല്ലേ ക്ഷമേ?
സോ ഇവർ പറയുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ ഇവർ വീഡിയോ ഇടുന്നത് ഒരിക്കലും വരുമാനം എന്ന് വെച്ചാൽ അതിന് നമ്മൾ വേറെ പരിപാടി ഉണ്ട്. ഇപ്പം നിങ്ങൾ പുണ്യം കിട്ടാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഇടുന്നത്. വീടിനകത്ത് നിങ്ങൾ ഡിവോഴ്സ് ആയെന്നും അല്ലെങ്കിൽ വീട്ടിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കുന്നത് ആർക്കോ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാ? ചില ആൾക്കാർ എൻ്റെ വീഡിയോക്കകത്ത് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, നീ എന്താ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഈ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുള്ളത്. പിന്നെ എന്തിനാണ് ഞാൻ യൂട്യൂബിൽ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് മണി മേക്കിങ്ങിന് വേണ്ടിയിട്ടല്ലേ. നിങ്ങൾ ഇവിടെ പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ പൈസ അതൊന്നും ആലോചിച്ചിട്ടല്ല കേട്ടോ, ഞങ്ങൾക്ക് അതിന് വേറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് വീഡിയോ ഇടുന്നത്? ഗൈസ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു ഗൈസ്, അങ്ങനെ സംഭവിച്ചു ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യും. എന്നിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഞങ്ങൾ നന്മയുടെ പാത പിന്തുടരുന്ന ആൾക്കാരാണ്. എടേ നിങ്ങൾ കണ്ടന്റ് ഇപ്പം നിങ്ങളാണല്ലോ നമ്മളെല്ലാവരും കണ്ടന്റ് വേണ്ടിയിട്ട് ഈ പറയുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടാൽ പോരെ, നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ കാണിക്കാനൊക്കെ ഉണ്ട്. ഇവിടെ എന്തിനാണ് വീഡിയോ ഇടുന്നത്? പൈസ ഉണ്ടാക്കാം, മണി മേക്കിങ്ങിന് വേണ്ടി തന്നെയാണ്. പിന്നെ പല കണ്ടന്റ്സും പൈസ ഉദ്ദേശിക്കാതെ നിങ്ങളെല്ലാ വീഡിയോ മോണിറ്റൈസേഷൻ ഓൺ ചെയ്തല്ലേ ചെയ്യുന്നത്. ഈ വീഡിയോ ആണെങ്കിൽ പോലും ആസ് എ റിയാക്ഷൻ ബ്ലോഗർ നമ്മൾ പല വീഡിയോസും മോണിറ്റൈസേഷൻ നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലാത്ത ആഡ് സൂട്ടബിലിറ്റി അടിക്കുമെന്ന് അറിഞ്ഞിട്ടും അങ്ങനത്തെ പല കണ്ടന്റ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അത് ആർക്കൊക്കെയോ നല്ലത് വരണം എന്നുള്ള ഉദ്ദേശത്തോട് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ബാക്കി കുറേ ഈ പറയുന്ന ഫേക്ക് സാധനം അടിച്ചെന്ന കുറേ സാധനങ്ങളൊക്കെയാണല്ലോ നിങ്ങളിവിടെ പറയുന്നത്. അതിലൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. പക്ഷേ ആ പറയുന്ന നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ? കാര്യം നിങ്ങളുടെ തമ്മിൽ എന്താ ഇട്ടത്? ഡിവോഴ്സ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റിക്കറും പതിപ്പിച്ച് വെച്ചിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേട്ടോ ഇവരെല്ലാം. സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ്. ആ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ നിങ്ങൾ കണ്ടില്ലെന്ന്? എടീ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്കകത്താണെങ്കിൽ നിങ്ങളെക്കുറിച്ചൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പബ്ലിക്കിലാക്കുന്നെന്നും പറഞ്ഞുകൊണ്ട്. എന്താ അതിനെ പറ്റിയിട്ടൊന്നും പറയാത്തത്? റീച്ച് ഇച്ചിരി ഡൗൺ ആകുമ്പോഴത്തേക്കിന് നേരെ ഞങ്ങൾ ഡിവോഴ്സ് ആയോ അല്ലെങ്കിൽ ഡിവോഴ്സ് എഗ്രിമെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറുപടി കൊടുത്തോ, നോ പ്രോബ്ലം. പക്ഷേ ഡിവോഴ്സ് എഗ്രിമെന്റ് എന്നും പറഞ്ഞൊരു സ്റ്റിക്കറും പതിപ്പിച്ചിട്ട് സൂപ്പർ, മികച്ചത്. അല്ല ഞാൻ അറിയാൻ മേലത്തോണ്ട് നിങ്ങൾ ഈ ഫാമിലി വ്ലോഗേഴ്സിൻ്റെ അടുത്ത് പൊതുവായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ? എനിക്കറിയാൻ മേലത്തോണ്ട് ചോദിക്കുക. ഞങ്ങൾ ഡിവോഴ്സ് എഗ്രിമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടി ചെക്കുന്നു. കഴിഞ്ഞ ദിവസം പച്ച വീട്ടിൽ പ്രശ്നിച്ച് എൻ്റെ അമ്മയും പെങ്ങളും ഉണ്ടല്ലോ ഭൂലോക വിഷയമാന്നേ, എന്നെ തല്ല ഗുണ്ടകളെ വിട്ടു, എൻ്റെ പെങ്ങൾക്കാണെങ്കിൽ കുറേ കണക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു അതിൻ്റെ പേര് ഫാമിലി വ്ലോഗിങ്. സൂപ്പർ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഡിവോഴ്സ് എഗ്രിമെന്റ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ ഒരിക്കലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തില്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാര്യം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കാണേലും അരി വാങ്ങാനുള്ള വക കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ വിഷയങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് ഇതിൽ അടുത്തൊരു ആയിട്ടാണ്. അപ്പോൾ ശരി.